ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫിൽട്ടർ സർക്യൂട്ട്സിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനിപ്പിച്ചത് റിപ്പിൾ ഫാക്ടറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു. റിപ്പിൾ ഫാക്ടർ ഹാഫ് വേവ് റെക്ടിഫയർ ആണെങ്കിൽ 1.21ഉം ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ 0.48ഉം ആണെന്ന് കണ്ടു. അതിൽ നമുക്ക് കിട്ടിയ കാര്യം ഹാഫ് വേവ് റെക്ടിഫയർ ആണെന്നുണ്ടെങ്കിൽ എ സി കമ്പോണന്റ് കൂടുതലായിരിക്കുമെന്നും ഡി സി കമ്പോണന്റ് കുറവായിരിക്കും എന്നും നമുക്ക് മനസ്സിലായി. അതേപോലെ തന്നെ ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ എന്താണ് ഡി സി കമ്പോണന്റ് കൂടുതലും എ സി കമ്പോണന്റ് കുറവുമായിരിക്കും. പക്ഷേ അതുകൊണ്ട് തന്നെ ഫുൾ വേവ് റെക്ടിഫയർ കൺവേർഷൻ പ്രോസസ്സിന് ഉപയോഗിക്കാം എന്നും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാണ്? 0.48 എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിനകത്ത് എന്തുണ്ട്? എ സി കമ്പോണന്റ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ എ സി കമ്പോണന്റ് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സർക്യൂട്ടുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിൽട്ടർ സർക്യൂട്ട്സ് എന്ന് പറയാം. ഓക്കെ. അപ്പൊ അത് 3 തരത്തിലുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ അനാലിസിസ് ആണ് ഈ വരുന്ന സെഷനിൽ നമ്മൾ നോക്കാം. So a filter circuit is a device which removes the AC component of rectifier output but allows the DC component to reach the load. എന്താണ്? Removes the AC component. AC component എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. And allows the DC component. DC component allow ചെയ്യുന്ന സർക്യൂട്ടുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിൽട്ടർ സർക്യൂട്ട് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? So what is a filter circuit? Is a device which removes the AC component of rectifier output but allows the DC component to reach the load. നോക്കാം, ഇതാണ് അതിൻ്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു ഫുൾ റെക്ടിഫയർ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഫിഗർ നോക്കുക, പൾസേറ്റിംഗ് DC ആണ് കണ്ടത്. നിങ്ങൾ ആ ഷേപ്പ് കണ്ടില്ലേ? ഇങ്ങനെ ഒരു പൾസേറ്റിംഗ് നേച്ചറിലാണ് കാണുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫിൽട്ടർ സർക്യൂട്ട്സിലൂടെ നമ്മൾ കയറ്റി വിട്ട് കഴിയുമ്പോൾ വി ആർ ഗെറ്റിംഗ് എ സ്റ്റഡി വോൾട്ടേജ്. കണ്ടോ? ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു വോൾട്ടേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്യൂട്ടിയാണ് ആര് ചെയ്യുന്നത്? ഫിൽട്ടർ സർക്യൂട്ട്സുകൾ ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് ഫിൽട്ടർ ഞാൻ പറഞ്ഞല്ലോ, 3 തരത്തിലുണ്ട്. ഒന്ന് കപ്പാസിറ്റർ ഫിൽട്ടർ, രണ്ടാമത്തതിന് നമ്മൾ ചോക്ക് ഇൻപുട്ട് ഫിൽട്ടർ എന്നും, മൂന്നാമത്തേന് കപ്പാസിറ്റർ ഇൻപുട്ട് ഫിൽട്ടർ ഓർ പൈ ഫിൽട്ടർ എന്ന് പറയാറുണ്ട്. ശ്രദ്ധിക്കണം, കപ്പാസിറ്റർ ഫിൽട്ടർ, ചോക്ക് ഇൻപുട്ട് ഫിൽട്ടർ ആൻഡ് പൈ ഫിൽട്ടർ, അങ്ങനെ 3 അറിഞ്ഞാൽ മതി. ഈ ഒരു പേര് അറിയുന്നതിനെക്കാട്ടും നല്ലത് പൈ ഫിൽട്ടർ എന്ന് അറിയാൻ മതി. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇതിന് ഈ പേരുകളിട്ട് വിളിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തേതാണ് കപ്പാസിറ്റർ ഫിൽട്ടർ എന്ന് പറയുന്നത്. എന്താണ്? ഒരു കപ്പാസിറ്റർ എന്ത് ചെയ്യും? പാരലലായിട്ട് കണക്ട് ചെയ്യും. അതായത് ഇതിന്റെ ഔട്ട്പുട്ടിൽ ഒരു പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യും? കപ്പാസിറ്റർ കണക്ട് ചെയ്യും. അപ്പോൾ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പൾസേറ്റിംഗ് DC വരുമ്പോൾ ഇവിടെ വേരിയിങ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ഉള്ളത്. ഓക്കെ. അപ്പൊ ഇങ്ങനെ വേരി ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ ഈ മുകളിലോട്ട് പോകുമ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യപ്പെടും. മനസ്സിലായില്ലേ? താഴത്തോട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യും. ഈ ഡിസ്ചാർജ് ചെയ്യുന്ന വോൾട്ടേജ് ഇതിനെ ക്രോസ് വരികയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഡിസ്ചാർജ് ചെയ്ത് ഇത് താഴത്തോട്ട് വരുമ്പോഴേക്കും കപ്പാസിറ്റർ ഒരിക്കലും എന്ത് ചെയ്യില്ല? ഫുള്ളി ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടാവില്ല. മനസ്സിലായില്ലേ? വീണ്ടും മുകളിലോട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? വീണ്ടും ഇത് എന്ത് ചെയ്യാൻ? ചാർജ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന പൾസിന്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യും? കുറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ തന്നെയാണ്. ഇത് മാക്സിമം പീക്കിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? കപ്പാസിറ്റർ ഈസ് ഫുള്ളി ചാർജ്. മനസ്സിലായില്ലേ? പിന്നെ അത് എന്ത് ചെയ്യാം? ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. ഡിസ്ചാർജ് ചെയ്യുന്നത് എവിടെയാ? താഴത്തോട്ട് വരുമ്പോൾ ഫുള്ളി ഡിസ്ചാർജ് ആകുമ്പോഴേക്കും ഇവിടെ താഴത്തോട്ട് വരുമ്പോഴേക്കും ഇത് എന്ത് ചെയ്യുന്നുണ്ടാവണം? ഡിസ്ചാർജ് ചെയ്യും. ഡിസ്ചാർജ് ചെയ്ത് അവിടെ അത് എത്തുന്ന പോയിന്റ് എവിടെയാന്ന് നോക്കൂ, ബിയിലേക്കാണ് എത്തുന്നത്. മനസ്സിലായി? പിന്നെ അവിടെ നിന്ന് മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ? ചാർജ് ചെയ്യുന്നുള്ളൂ. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. അപ്പോൾ ഇവിടെ പൾസ് ഉണ്ടാവും, എന്നാൽ ആ പൾസിന്റെ ഇന്റൻസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ ഇങ്ങനെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ എഫിഷ്യൻസി എങ്ങനെ കൂട്ടാൻ പറ്റും? നമ്മൾ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തതിനു ശേഷം പകരം 1-2 കപ്പാസിറ്റർ ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന ഡിസ്ചാർജ് ചെയ്ത് ഇതാവുന്ന അത് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഇതിന്റെ എന്ത് ചെയ്യാൻ പറ്റും? ഔട്ട്പുട്ട് ഫ്ലാറ്റൻ ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അതിന്റെ ഒരു വർക്കിംഗ് പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഫിഗർ 2 ഷോസ് എ ടിപ്പിക്കൽ കപ്പാസിറ്റർ ഫിൽട്ടർ സർക്യൂട്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കപ്പാസിറ്റർ പ്ലേസ്ഡ് അക്രോസ് ദ റെക്ടിഫയർ ഔട്ട്പുട്ട് ഇൻ പാരലൽ വിത്ത് ദ ലോഡ്. കണ്ടോ? ഈ ഫിഗർ നമുക്കറിയാം. ദ പൾസേറ്റിംഗ് ഡയറക്ട് വോൾട്ടേജ് ഓഫ് ദ റെക്ടിഫയർ ഈസ് അപ്ലൈഡ് അക്രോസ് ദ കപ്പാസിറ്റർ. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പൾസേറ്റിംഗ്. As the rectifier voltage increases, it charges the capacitor and supplies current to the load. ഇവിടെ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ടാണ്? ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യാൻ തുടങ്ങും? ചാർജ് ചെയ്യാൻ തുടങ്ങും. അതുവരെ VM of the rectifier voltage. Now the rectifier voltage starts decrease. താഴത്തോട്ട് വരാൻ തുടങ്ങും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ തുടങ്ങും.
As this occurs, the capacitor discharges through the load and voltage across it decreases as shown by the line AB in figure 3. കണ്ടോ? അപ്പൊ ഇത് താഴത്തോട്ട് വരുന്ന സമയത്ത് കപ്പാസിറ്റർ എന്ത് ചെയ്യാൻ തുടങ്ങും? സ്ലോലി ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അത് ഈ പറഞ്ഞിരിക്കുന്ന ഫിഗർ പ്രകാരം the voltage across the load will decrease only slightly because immediately the next voltage peak comes and recharge the capacitor. ഇത് പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ് ആയതുകൊണ്ട് തന്നെ വേഗം എന്ത് ചെയ്യാൻ തുടങ്ങും? ഇത് വീണ്ടും ചാർജ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ കപ്പാസിറ്റർ വീണ്ടും ചാർജ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇത് വീണ്ടും റൈസ് ചെയ്യും. This process is repeated again and again and the output waveform becomes ABCDEFG. കണ്ടോ? ഔട്ട്പുട്ട് ഫോം എന്ത് ഈ ഫോമാറ്റിലോട്ട് വരും. It may be seen that very little ripple is left in the output. എന്താണ്? വളരെ കുറച്ച് റിപ്പിൾ മാത്രമേ ഇവിടെ കാണാൻ പറ്റൂ ഔട്ട്പുട്ടിൽ. റിപ്പിൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ ഇന്റൻസിറ്റി എന്തായിരിക്കും? ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ഇന്റൻസിറ്റി എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. Moreover, the output voltage is higher as it remains substantially near the peak value of the rectifier output voltage. അങ്ങനെ പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? ഓൾമോസ്റ്റ് ഇതെന്താന്ന് പറയാം, ഒരു സേഫ് സോണിലായിരിക്കും എന്ന് പറയാൻ പറ്റും. ഓക്കെ ഓക്കെ ഇനി the capacitor filter circuit is extremely popular because it's low cost and small size, little weight and good characteristics. കാരണം എന്താണ്? ആകെ ഒരു സിമ്പിൾ കപ്പാസിറ്റർ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിന്റെ വില വളരെ കുറവായതുകൊണ്ടും ഈ ഒരൊറ്റ കപ്പാസിറ്റർ മാത്രം വരുന്നത് ഇത് ഭയങ്കര പോപ്പുലർ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഫോർ സ്മോൾ ലോഡ് കറന്റ്സ്, ചെറിയ കറണ്ട് ഒക്കെ 50 മില്ലി ആംപിയർ എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിൽ 50 മില്ലി ആംപിയർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു കറണ്ട് ആണ്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഇത് വളരെ പവർഫുൾ ആണ്. It is commonly used in transistor radio battery eliminators. കണ്ട, ഇവിടെ കൂടുതൽ ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്റർ ബേസ്ഡ് സർക്യൂട്ട്സിലായിട്ട് നമ്മളിത് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതല്ലാതെ നമുക്കിപ്പോൾ ചാർജറിനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ചാർജറിന്റെ ഒക്കെ കറണ്ട് എന്ന് പറയുന്നത് 1 ആംപിയർ ആണ് അല്ലെ? നമ്മൾ അറിയാം, നമുക്ക് ചാർജർ എടുക്കുമ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് 1 ആംപിയർ കറണ്ട്, 2 ആംപിയർ കറണ്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആവശ്യത്തിന് ഒരു സിമ്പിൾ കപ്പാസിറ്റർ മാത്രം ഉപയോഗിച്ചാൽ നമ്മുടെ കാര്യം നടക്കില്ല. അപ്പൊ അതിന് വേറെ അറേഞ്ച്മെന്റ്സ് വേണം. അങ്ങനെ അറേഞ്ച്മെന്റ്സ് വരുമ്പോഴാണ് നമ്മൾ മറ്റ് രണ്ട് കപ്പാസിറ്റർ ഫിൽട്ടർ സർക്യൂട്ട്സിനെ കുറിച്ച് നമ്മൾ നോക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നതാണ് ചോക്ക് ഇൻപുട്ട് ഫിൽട്ടർ. ചോക്ക് എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ ക്ലിയർ ആണ് അല്ലെ? അതിനകത്തൊരു ഇൻഡക്ഷൻ കോയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു എന്താ സോളിനോഡ് പോലെ എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിച്ചിട്ടുള്ള ഒരു സർക്യൂട്ടാണ് ചോക്ക് ഇൻപുട്ട് ഫിൽട്ടർ എന്ന് പറയുന്നത്. നോക്കുക, ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? ഒരു ഇൻഡക്ഷൻ കോയിൽ വെച്ചിട്ടുണ്ട്, കണ്ടോ? സോളിനോയിഡ് വെച്ചിട്ടുണ്ട് ഇൻ സീരീസ് വിത്ത് ദ എന്താ പറയുന്നത് നമ്മുടെ ഇൻപുട്ട്. അപ്പോൾ നേരത്തെ കപ്പാസിറ്റർ അവിടെ തന്നെയുണ്ട്, ഇവിടെ എന്ത് വരുന്നുണ്ട്? ഒരു ചോക്ക് കൂടി വരുന്നുണ്ട്. ചോക്കിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് എന്ത് ചെയ്യുന്നു? DC-നെ ബൈപ്പാസ് ചെയ്യുന്നു, AC-നെ എന്ത് ചെയ്യുന്നു? ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഈ പറയുന്ന ചോക്ക് എന്ത് ചെയ്യുന്നുണ്ടാവണം? ഇതിലൂടെ വരുന്ന പൾസേറ്റിംഗ് DC-യില് AC കമ്പോണന്റിനെ ഒരു പരിധി വരെ ബ്ലോക്ക് ചെയ്യും. മൊത്തമല്ല, ഒരു പരിധി വരെ ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് കടത്തിവിടുന്നത് എന്തായിരിക്കും? ഒരു DC സപ്ലൈ മാത്രമായിരിക്കും കടത്തിവിടുന്നത്. ബാക്കി കപ്പാസിറ്റർ ജോലിയാണ് അതെന്ത് ചെയ്യും? ചാർജിങ് ഡിസ്ചാർജിങ് പ്രോസസ്സ് വഴി ഈ ലോഡിലോട്ടുള്ള ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു? കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നോക്കാം അതിന്റെ വർക്കിംഗ് എന്താ പറയുന്നത്. Figure shows a typical choke input filter circuit. It consists of choke L connected in series with the rectifier output and a filter capacitor C across the load. Only a single filter session is shown, but several identical sections are often used to reduce the pulsation as effectively as possible. അപ്പൊ ഇതുപോലെ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഉപയോഗിക്കുക. ഇത് ഒരെണ്ണമാണ് ഉപയോഗിച്ചാൽ നമ്മൾ ഇതിനെ ഫസ്റ്റ് ഓർഡർ ഫിൽട്ടർ എന്ന് പറയും, ചോക്ക് ഇൻപുട്ട് ഫിൽട്ടർ എന്ന് പറയും. ഇതേപോലെ തന്നെ ഒരു സെറ്റും കൂടെ നമ്മൾ ഉപയോഗിച്ച സെക്കൻഡ് ഓർഡർ ചോക്ക് ഇൻപുട്ട് ഫിൽട്ടർ എന്ന് പറയും. അപ്പൊ അങ്ങനെ നമുക്കത് കൂട്ടി വേണമെങ്കിൽ പറയാം. പക്ഷെ വർക്കിങ്ങിന് വേണ്ടി നമുക്കിപ്പോൾ ഒരു ഓർഡർ മാത്രം പറഞ്ഞാൽ മതി. അതുകൊണ്ട് നമ്മൾ ഇത് മാത്രം പറയും. Then, in the working bar, the pulsating output of the rectifier is applied across the terminals 1 and 2. ഇവിടെയാണ് pulsating DC അപ്ലൈ ചെയ്യുന്നത്. As discussed before, the pulsating output of the rectifier contains എന്തുണ്ടാവും? AC and DC components. അല്ലേ? ഈ ഫിഗർ പ്രകാരം AC ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ DC ഉണ്ടായിരിക്കും. The choke offers high opposition to the passage of AC component. കണ്ടോ? ഇത് AC-നെ എന്ത് ചെയ്യില്ല? കടത്തിവിടില്ല. But negligible opposition to the DC component. പക്ഷെ എന്തിനെ കടത്തിവിടും? DC-നെ കടത്തിവിടും. The result is that most of the AC component appears across a choke, while the whole of the DC component pass through the choke on the way it the load. ഇതിലൂടെ എന്ത് ചെയ്യും? ഇവിടെ AC-നെ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യിക്കും, DC-നെ ഇത് എന്ത് ചെയ്യും? കടത്തിവിടും. This result in the reduced pulsation at the terminal 3. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? പൾസ് കുറഞ്ഞ ഒരു DC ഓൾറെഡി ഇവിടെ എത്തുകയാണ് ചെയ്യുന്നത്.
ഇനി ഇവിടെ എന്ത് സംഭവിക്കും? At terminal 3, the rectifier output contains DC component and the remaining part of the AC component which has to be managed to pass through the choke. Now, the low reactance filter capacitor bypasses the AC component. കണ്ടോ, ഇതെന്ത് ചെയ്യുന്നതാണ്? AC-നെ bypass ചെയ്യും, ഞാൻ പറഞ്ഞ പോലെ തന്നെ. But prevents the DC component to the flow through it. Therefore, only DC component reach the load. അപ്പൊ അതുവഴി ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ടാണ്? AC-നെ ഫിൽട്ടർ ചെയ്ത് കളയും. ഇവിടെ ഒരു പരിധി വരെ AC-നെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, ഇവിടെ AC-നെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? AC-നെ ഫിൽട്ടർ ചെയ്ത് കളയുന്നുണ്ട്. ഇൻ ദിസ് വേ ദ ഫിൽട്ടർ സർക്യൂട്ട് ഹാസ് ഫിൽട്ടേർഡ് ഔട്ട് ദ AC കമ്പോണന്റ് ഫ്രം ദ റെക്ടിഫയർ സർക്യൂട്ട്, അലൗവിങ് DC കമ്പോണന്റ് ടു റീച്ച് ദ ലോഡ്. എന്ത് മാത്രം ഉണ്ടാവും? DC കമ്പോണന്റ് മാത്രം എത്തുന്ന രീതിയിൽ ഇത് റീഅറേഞ്ച് ചെയ്യും. ഓക്കെ, യെസ്. ദെൻ മൂന്നാമത്തെ കാറ്റഗറി, ലാസ്റ്റ് എന്താണ്? കപ്പാസിറ്റർ ഇൻപുട്ട് ഫിൽട്ടർ. ഞാൻ പറയുന്നു, നിങ്ങൾ ഈ പേര് ഓർക്കുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ ഒരു പേര് ഓർക്കുന്നതായിരിക്കും, പൈ ഫിൽട്ടർ. കാരണം ഇതിന്റെ സർക്യൂട്ടിന് ഏകദേശം ആ ഒരു ലുക്ക് ഉണ്ട്, നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. കണ്ടോ? എന്തുകൊണ്ടാ പൈ ഫിൽട്ടർ എന്ന് പറയാനുള്ള കാരണം ശ്രദ്ധിക്കുക. ഈ ഷേപ്പ് പൈ ഷേപ്പാണ്. കണ്ടോ? കണ്ടോ? ഈ ഒരു ഷേപ്പ് വരുന്നതുകൊണ്ടാണ് ഇതിന് എന്തെന്ന് പറയുന്നത്? പൈ ഫിൽട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ ആക്ഷൻ തന്നെ, കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നുണ്ടാവണം? ആദ്യത്തെ സൈഡിൽ തന്നെ എൻ്റർ ചെയ്യുമ്പോൾ ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യും? AC കമ്പോണന്റിനെ ഫിൽട്ടർ ചെയ്ത് കളയും. പിന്നെ ഇൻഡക്ടർ വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവണം? AC-നെ ബ്ലോക്ക് ചെയ്തിട്ട് ബൈപാസ് ചെയ്യുന്ന എന്ത് മാത്രമായിരിക്കും? DC മാത്രമായിരിക്കും. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയും കൂടി ഫിൽട്ടർ ചെയ്യുന്നത് ആരായിരിക്കും? കപ്പാസിറ്റർ. സെക്കൻഡ് കപ്പാസിറ്റർ കൂടി ഫിൽട്ടർ ചെയ്യുന്നതോടുകൂടി നമുക്ക് ഓൾമോസ്റ്റ് പ്യുവർ ആയിട്ടുള്ള DC കമ്പോണന്റ് ഔട്ട്പുട്ടിൽ ഇവിടെ നമുക്ക് കിട്ടുകയും ചെയ്യും. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് പറയുന്നത്. നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ്, സർക്യൂട്ടിൽ അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളതാണ്. ഫിൽട്ടർ കപ്പാസിറ്റർ C1 കണക്ട് അക്രോസ് ദ കപ്പാസിറ്റർ റെക്ടിഫയർ ഔട്ട്പുട്ട്, a choke L series and another filter C2 connected across the load. Only one filter section is shown, but ഇതുപോലത്തെ ഐഡന്റിക്കൽ ഉണ്ടാവും. The pulsating output from the rectifier is applied across the input terminal. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത്. The filtering action of the three components C1, L and C2 of the filter is described. ഇനി പറയുന്നത് ശ്രദ്ധിക്കുക. എന്താണ് ഫിൽട്ടർ കപ്പാസിറ്റർ ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്താണ്? ഓഫേഴ്സ് ലോ റിയാക്ടൻസ് ടു ദ AC കമ്പോണന്റ്. കണ്ടോ? അപ്പൊ എന്ത് ചെയ്യുന്നുണ്ടാവണം? ഇതിൽ കൂടി AC bypass ചെയ്യാൻ തുടങ്ങും. Therefore, capacitor C1 bypasses an appreciable amount of AC component while DC component continues to journey to the choke. കണ്ടോ? ഇങ്ങോട്ട് എന്ത് ചെയ്യാൻ? DC പാസ് ചെയ്യും. ഇനി ചോക്ക് എന്താ ചെയ്യുക എന്നുള്ളത്? ഓഫേഴ്സ് ഹൈ റെസിസ്റ്റൻസ് ടു ദ DC കമ്പോണന്റ് എന്ന് പറയുമ്പോൾ AC കമ്പോണന്റ്. അപ്പൊ AC-നെ എന്ത് ചെയ്യും? ഇത് ബ്ലോക്ക് ചെയ്യും. ബട്ട് ഇറ്റ് ഓഫേഴ്സ് ഓൾമോസ്റ്റ് സീറോ റിയാക്ടൻസ് ടു ദ DC കമ്പോണന്റ്. Therefore, it allows DC component to flow through it while the unbypassed AC component is blocked. അപ്പൊ അവിടെ എന്ത് ചെയ്യും? ഈപ്പൻ എന്ത് ചെയ്യും? AC കമ്പോണന്റിനെ ബ്ലോക്ക് ചെയ്യും, DC-നെ മാത്രം കടത്തിവിടും. ദെൻ ലാസ്റ്റ് വൺ, ഇനി ഇവർക്ക് രണ്ടുപേർക്കും പറ്റാത്ത AC-നെ ആര് ബ്ലോക്ക് ചെയ്യും? ആര് ഫിൽട്ടർ ചെയ്ത് കളയും? C2 ഫിൽട്ടർ ചെയ്ത് കളയും. The filter capacitor C2 bypasses the AC component with the choke has failed to block. Therefore, only DC component appears across the load and that what we desire. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആകെ കിട്ടുന്ന എന്ത് മാത്രമായിരിക്കും? ഒരു പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ക്ലോസ് ടു ദ പെർഫെക്റ്റ് ലെവലിലായിട്ടുള്ള ഒരു DC സപ്ലൈ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ 3 തരത്തിലുള്ള ഫിൽട്ടേഴ്സ് നമുക്ക് ഉപയോഗിക്കാം. അതിൽ ആദ്യത്തെ ഫിൽട്ടർ എന്ന് പറയുന്നത് സിമ്പിൾ കപ്പാസിറ്റർ ഫിൽട്ടർ ആണ്. ഒരൊറ്റ കപ്പാസിറ്റർ ഫിൽട്ടർ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അത് പോർട്ടബിൾ ആണ്, സ്മോൾ സൈസ് ആണ്, ലോ കോസ്റ്റ് ആണ്. പക്ഷെ ലോ കറണ്ട് ആപ്ലിക്കേഷൻസിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് കപ്പാസിറ്റർ കം ഇൻഡക്ടർ ഉള്ള ഒരു ഫിൽട്ടർ ആണ്. നല്ല സർക്യൂട്ട് തന്നെയാണ്. അതിലും പക്ഷെ എന്തുണ്ടാവാം? AC കമ്പോണന്റിന്റെ പ്രസൻസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫിൽട്ടേഴ്സ് ആണ് ഏതെന്ന് പറയുന്ന പൈ ഫിൽട്ടർ. അതിൽ 2 കപ്പാസിറ്ററും ഒരു ഇൻഡക്ടറും ഉണ്ടാവും. അതിൽ ഇൻഡക്ടർ DC-നെ ബ്ലോക്ക് ചെയ്യുകയും ഇൻഡക്ടർ AC-നെ ബ്ലോക്ക് ചെയ്യുകയും കപ്പാസിറ്റർ എന്ത് ചെയ്യും? അതിനകത്തുള്ള AC-നെ ബൈപ്പാസ് ചെയ്ത് കളയുകയും ചെയ്തിട്ട് ഓൾമോസ്റ്റ് ക്ലോസ് ടു ദ പ്യൂറസ്റ്റ് DC ലെവലിലോട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് തരികയും ചെയ്യും. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മുടെ ഫിൽട്ടർ സർക്യൂട്ട്സ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയൊക്കെ ആവുന്നതോടുകൂടി നമ്മുടെ ഡയോഡിൽ വരുന്ന റെക്ടിഫയർ സർക്യൂട്ട്സ് എന്താണ്, അതിന്റെ എഫിഷ്യൻസി എന്താണ്, അതിന്റെ റിപ്പിൾ ഫാക്ടർ എന്താണ്, എങ്ങനെയാണ് റിപ്പിൾ ഫാക്ടർ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റുന്നത്, അതിന് പറ്റുന്ന 3 സർക്യൂട്ടുകൾ ഏതാണ്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ അനാലിസിസ് കഴിഞ്ഞു. മനസ്സിലായല്ലോ? ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇന്ന് ഇത്രയും മതി. താങ്ക് യു.